നമസ്കാരം. ഫാം മേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ കൽപ്പവൃക്ഷമാണല്ലോ കേരം അഥവാ തെങ്ങ്. തെങ്ങിൻ്റെ ഉപയോഗങ്ങളെപ്പറ്റി മലയാളിയെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. തേങ്ങ മുതൽ തെങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ എന്തുമാത്രം ഉപയോഗപ്രദമാക്കാറുണ്ട്. തെങ്ങോല കൊണ്ടുള്ള കളിപ്പാട്ടങ്ങൾ ബാല്യത്തിൻ്റെ സമ്പത്തായിരുന്നല്ലോ. മറന്നു കാണാനിടയുള്ള എന്നാൽ ഓർമ്മിക്കേണ്ട 3 ചെറിയ കളിക്കോപ്പുകളാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. വളരെ പെട്ടെന്നുണ്ടാക്കി കിട്ടുന്ന കുട്ടിയുടെ മുഖത്ത് സന്തോഷം പരത്തുവാൻ സാധിക്കുന്ന ഓലപ്പമ്പരം അഥവാ കാറ്റാടി, ഓല കണ്ണാടി, ഓല കൊണ്ടുള്ള ഒരു വാച്ച്, ഇവ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നമ്മൾ ഉണ്ടാക്കുന്നത് ഓല കൊണ്ടുള്ള ഒരു കാറ്റാടിയാണ്. ഈർക്കിൽ കളഞ്ഞ് 2 ഓലയെടുത്ത് കുരിശാകൃതിയിൽ വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ 2 അറ്റങ്ങൾ ഇതുപോലെ വളച്ച് വെച്ചിട്ട് അതിൻ്റെ 3-ാമത്തെ അറ്റം ഈ 2 എണ്ണത്തിൻ്റെ ഇടയിലൂടെയും 4-ാമത്തത് മറ്റതിൻ്റെ ഇടയിലൂടെ ഇടുക. എന്നിട്ട് ആ ഗ്യാപ്പിലൂടെ ഇട്ടിട്ട് 4 അറ്റവും പിടിച്ച് വലിച്ച് ടൈറ്റ് ചെയ്യുക. ഇങ്ങനെ. എന്നിട്ട് മിച്ചമുള്ള ഭാഗം നമുക്ക് കത്രിക കൊണ്ട് കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ നമ്മുടെ കാറ്റാടി റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഒരു ഈർക്കിലി എടുത്ത് പുറകുവശത്തു നിന്ന് കുത്തി മുന്നിലേക്ക് കൊണ്ടുവരാം. ഇതാണ് നമ്മുടെ കാറ്റാടി. കാറ്റത്ത് കുട്ടികൾ ഇത് പിടിച്ചുകൊണ്ടൊക്കെ ഓടിയാൽ നല്ല ഭംഗിയായിട്ട് ഇത് കറങ്ങും. ഇത് കറക്കിയിട്ടുള്ളവരായിരിക്കും നമ്മൾ ഒട്ടുമുക്കാലും ആളുകൾ. രണ്ടാമതായി നമ്മൾ ഉണ്ടാക്കുന്നത് ഓല കൊണ്ടൊരു കണ്ണാടിയാണ്. അതിന് നമുക്ക് വേണ്ടത് 2 വലിയ ഓലയും 2 ചെറിയ ഓലയുമാണ്. ചെറിയ ഓല ഇതുപോലെ വെച്ച് ബാക്കിയുള്ള ഭാഗം കത്രിക കൊണ്ട് കട്ട് ചെയ്ത് അതിൻ്റെ വലിയ നീളമുള്ള അറ്റം ഇതിനുള്ളിലൂടെ കടത്തിവിടണം. എന്നിട്ട് ടൈറ്റ് ചെയ്ത് വീണ്ടും അതിനുള്ളിലൂടെ കടത്തിവിട്ട് കണ്ണാടിക്ക് വേണ്ട വലിപ്പത്തിൽ, ലെൻസിന് വേണ്ട വലിപ്പത്തിൽ, കണ്ണിൻ്റെ വലിപ്പം അനുസരിച്ച്, കുട്ടികളുടെ കണ്ണിൻ്റെ വലിപ്പം അനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ 2-ാമത്തെ ഓലയും ചെറിയ ഓല എടുത്ത് അതിൻ്റെ ബാക്കി ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ് നീളമുള്ള അറ്റം അതിനുള്ളിലൂടെ എടുത്ത് വലിച്ചെടുത്ത് ടൈറ്റ് ചെയ്യുക. വീണ്ടും അതേ പ്രോസസ്സ് ചെയ്യുക. ആദ്യം എടുത്ത് കണ്ണാടിയുടെ റൗണ്ടിൻ്റെ അതേ വലിപ്പത്തിൽ 2-ാമത്തത് എടുക്കുക. എന്നിട്ട് ഇത് തമ്മിൽ കണക്ട് ചെയ്യാണ് വേണ്ടത്. കണ്ണിൻ്റെ അകലം അനുസരിച്ച് 2 വളയങ്ങളും ക്രമീകരിക്കുക. ഇതുപോലെ. അതിനുശേഷം മിച്ചമുള്ള അറ്റം നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. കണ്ണാടി ചെവിയിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് 2 ഈർക്കിലി എടുത്ത് ഇതുപോലെ കണ്ണാടിയുടെ 2 സൈഡിലും കുത്തിവെക്കുക. ഇപ്പോൾ നമ്മുടെ കണ്ണാടി തയ്യാറായിട്ടുണ്ട്. മൂന്നാമതായി നമ്മൾ ഉണ്ടാക്കുന്നത് വാച്ചാണ്. വാച്ചിനൊരു ചെറിയ ഓലയും വലിയ ഓലയും ഇതുപോലെ വെച്ച് കണ്ണാടി ഉണ്ടാക്കിയതുപോലെ തന്നെ നമ്മൾ ടൈറ്റ് ചെയ്ത് ഓക്കെ ആക്കുക. ഇത് സ്ട്രാപ്പ് വരുമ്പോൾ അത് ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഓലയും വലിയ ഓലയും എടുത്ത് അതുപോലെ തന്നെ വാച്ച് ഉണ്ടാക്കിയതുപോലെ തന്നെ ടൈറ്റ് ചെയ്യുക.
അതിനുശേഷം ആ ചെറിയ വളയം വാച്ചിൻ്റെ ഉള്ളിലേക്ക് കയറ്റിവിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ് കയ്യിലേക്ക് ഇടാം. ഇപ്പോൾ നമ്മുടെ വാച്ച് റെഡിയാണ്. ഇങ്ങനെ വാച്ചും കാറ്റാടിയും കണ്ണാടിയും ഒക്കെ വെച്ച് ബാല്യം എല്ലാ കുട്ടികൾക്കും ഉണ്ടായിട്ടുണ്ടാവും. ഇത്ര എളുപ്പം ഈ കളിപ്പാട്ടങ്ങളെല്ലാം ഉണ്ടാക്കാവുന്നതാണ്. നിങ്ങൾക്കും ഇത് ഉണ്ടാക്കി നോക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി ഫാം മേറ്റ് ഉടനെ തന്നെ വരുന്നതാണ്. താങ്ക് യു.